നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ iPhone 50 പറ്റിയിട്ടാണ്. നമ്മളിത് എടുത്തിട്ട് ഇപ്പം 1 ഇയറായി. കറക്റ്റ് കഴിഞ്ഞ വർഷം നമുക്ക് ലോഞ്ചിങ് ഡേയിൽ തന്നെയാണ് ഞാനിത് എടുത്തത്. അപ്പം നമ്മളോട് പലരും ഇതിൻ്റെ ഒരു റിവ്യൂ ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ പലരും എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ബിഗ് ബില്യൺ ഡേ വരുമ്പോഴത്തേക്കിനൊക്കെ. അപ്പം അതും ഒക്കെ ഓൾറെഡി മൊത്തത്തിൽ നമുക്കൊരു 1 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് 50യെ പറ്റി ഒന്ന് പറയാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പം എൻ്റെ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ബെസ്റ്റ് എവർ ഫോണായിരുന്നു എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസിൽ. ഞാൻ അതുവരെ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് മാറുമ്പോൾ വളരെയധികം പ്രോബ്ലങ്ങളുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. വെച്ചാൽ നേരെ ഫോണിലോട്ട് മാറുമ്പം പല പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അധികം നാളുകളായിട്ട് എടുക്കാതിരിക്കുമായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ നമുക്ക് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ, അതായത് നമ്മുടെ കോണ്ടാക്റ്റൊക്കെ കിട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം തന്നെ നമ്മുടെ പെട്ടെന്ന് ഡുവൽ സിം ഇടാൻ സാധിക്കാതെ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ യൂസ് ചെയ്യുന്ന അങ്ങനെ കുറേ ചെറിയ കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ നമുക്കൊരു 1-2 മാസം കൊണ്ട് തന്നെ 1-2 ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ ആൻഡ്രോയിഡ് പൂർണ്ണമായിട്ടും സ്വിച്ച് ചെയ്തത്. അത് ആദ്യമേ ഞാൻ ആൻഡ്രോയിഡ് ഫോണും ഐഫോണും കൊണ്ട് രണ്ടും കൂടിയായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇത് രണ്ടും നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഞാനിത് രണ്ടും ഒരെണ്ണം ഐഫോണിലേക്ക് പൂർണ്ണമായിട്ട് മാറ്റി. അതായത് ഡുവൽ സിം ഇട്ടു. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് നമുക്ക് ഗൂഗിൾ ആയിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ ഗൂഗിൾ കോണ്ടാക്ട്സ് ഒക്കെ കിട്ടി. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് പൂർണ്ണമായിട്ട് എൻ്റെ പേഴ്സണൽ ഫോണായി തന്നെ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എടുത്ത് പറയേണ്ടത് ഞാൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറയാണ്. ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പ്രീമിയം ഒരു ക്യാമറ യൂസ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ 4K വീഡിയോസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ സാധിക്കും. എൻ്റെ വ്ളോഗെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, അതെല്ലാം ഞാൻ ഇതിലാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറയിൽ ഇതിനെ വെല്ലാം വേറൊരു ഫോൺ ഇനി ഇല്ല. അത് S24 അൾട്രയൊക്കെ സൂമിങ് ഉണ്ടെന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോഴും ഞാൻ പറയുവാണ്, ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം വേറൊരു ഫോണില്ല. അത് ഈ 1 ഇയർ എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പോഴും ഞാനൊരു ക്ലിപ്പുകൾ എടുക്കുന്നുണ്ട്. എടുത്ത് നോക്കിയെന്നാൽ അതിൻ്റെ ക്വാളിറ്റി ഒന്നും തന്നെ ഡ്രോ ആയിട്ടില്ല. അത് എൻ്റെ സുഹൃത്തിന് S24 അൾട്ര ഉണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ നോക്കി വെച്ചാൽ എടുക്കുമ്പോഴത്തെ ക്വാളിറ്റി അല്ല കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് സാംസങ് ഫോണുകൾക്ക് ഇടുന്നത്. പക്ഷേ ഇതിനങ്ങനെയല്ല, ഇപ്പോഴും എടുത്ത ക്വാളിറ്റി ഈ 1 വർഷമായിട്ടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയുവാണെങ്കിൽ ബാറ്ററിയെ പറ്റി പറയുവാണെങ്കിൽ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് ബാറ്ററി. ഇപ്പം ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ കാണാമെന്ന് തോന്നുന്നു. എന്താണ് ബാറ്ററി ഹെൽത്ത്, അതായത് 90% കപ്പാസിറ്റി ആയി. പിന്നെ അതുപോലെ തന്നെ 342 സൈക്കിളും കംപ്ലീറ്റ് ആയി. അപ്പം ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ചാർജിങ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഒരു സംഭവം ഓണാക്കി ഇട്ട് കഴിഞ്ഞെന്നാൽ നമുക്ക് 80% വന്ന് ലിമിറ്റ് ചെയ്ത് നിൽക്കും ചാർജിങ്. അപ്പോൾ അങ്ങനെ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ബാറ്ററി ഹെൽത്ത് ഇത്രയും കുറയത്തില്ല. ഈ 10% കുറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ആ ഓപ്ഷൻ ഓണാക്കി ഇട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫുൾ ചാർജ് വേണമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ വ്ളോഗിങ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഫുൾ ചാർജ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബാറ്ററി ഹെൽത്ത് ഇത്രയും താഴേക്ക് പോകാൻ വന്നത്. ഇപ്പം ഒരു നോർമൽ യൂസേജ് ഉള്ള ഒരാൾക്ക് ഈ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഓണാക്കി ഇട്ടിട്ട് യൂസ് ചെയ്യുന്നാൽ നമുക്ക് ഇതിൻ്റെ ഇത്രയും സൈക്കിൾ കൗണ്ട് വരാം. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ആ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരു 1 ഡേ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചാർജ് ഇറങ്ങി പോകുന്നുണ്ട്. നല്ല രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ നല്ല രീതി എന്ന് വെച്ചാൽ ഫുൾ ടൈം നമ്മൾ രാവിലെ ഫുൾ ചാർജിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ചവരെ നല്ല രീതിയിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചാർജ് ഇറങ്ങും. പിന്നെ അത് കുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം വീഡിയോ ഒന്നും എടുക്കാതെ നോർമലായിട്ട് യൂസ് ചെയ്യണം 1 ഡേ മിച്ചം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ അങ്ങനെ ഇതുള്ളൂ എനിക്ക് തോന്നിയത്. പക്ഷേ നമുക്ക് എൻ്റെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ കാര്യത്തിലും വ്ളോഗിൻ്റെ കാര്യത്തിലും പിന്നെ നമ്മുടെ ഓവറോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് റെക്കോർഡിങ്. ഞാൻ ചിലപ്പം വെഡ്ഡിങ് വർക്കിനൊക്കെ ലൈവ് ഓഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഈ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ആ മൈക്ക് വേറെ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലാതെ ഓൺ ലൈവ് ഓഡിയോ എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ലൈവ് ഓഡിയോ വളരെ പാടായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഇതിനാണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈവ് ഓഡിയോ എന്ന് പറഞ്ഞാൽ പക്ക ലൈവ് ഓഡിയോ ആണ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എൻ്റെ വ്ളോഗ് ജസ്റ്റ് ഞാൻ നേരത്തെ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കിയാൽ അറിയാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ വരെ നല്ല
പക്കാ സൗണ്ട് നമുക്കിത് കിട്ടും. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഞാൻ എടുത്ത് കഴിച്ചതിന് ശേഷം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പല സുഹൃത്തുക്കളും ഐഫോൺ എടുത്തിട്ടുണ്ട്. ഗോപ്രോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പല സുഹൃത്തുക്കളും ഐഫോണിലേക്ക് മാറി. വ്ളോഗൊക്കെ ചെയ്യാനും അതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാനും നമുക്ക് വളരെയധികം ഉപകാരപ്പെടാവുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുക, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇതിന് കുറേ മോഡലുകൾ ഓപ്ഷനുകളുണ്ട്. എന്നെ സംബന്ധിച്ചോളം വളരെ വർത്താണ്. ഇനി ഞാനിത് സജസ്റ്റും ചെയ്യുന്നുണ്ട്. ഐഫോൺ 50, അതായത് 50 മോഡലാണ് ഐഫോൺ സെക്കൻഡ്, അതായത് ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് എടുക്കാൻ സാധിക്കുവാണെങ്കിൽ 60 ഇറങ്ങുമ്പോൾ 60 എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിൻ്റേതായ കുറേ ഗുണങ്ങൾ ഉൾപ്പെടുത്തും. പക്ഷേ പ്രൈസ് നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ലാഭം വേണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 50 സീരീസ് എടുക്കാം. 50 സീരീസിൽ വെറും 50 തന്നെ എടുത്താൽ മതി. വളരെയധികം നമുക്ക് ബെറ്റർ എക്സ്പീരിയൻസ് ഈ ഒരു 50 സീരീസ് വരുന്നത്. വെച്ചാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 50 തൊട്ട് നമുക്കിതിൻ്റെ സി ടൈപ്പ് ചാർജറ് അതുപോലെ തന്നെ മറ്റു കുറേ ഓപ്ഷനുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് വരെ ഇങ്ങനെ അല്ലായിരുന്നു. സി ടൈപ്പ് ചാർജർ ഇല്ല, പിന്നെ കുറേ ഡ്രോബാക്കുകൾ OS-ലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കളിയാക്കലായിരുന്നു എല്ലാവരും എടുത്തു പറയും. അങ്ങനെയൊന്നും തന്നെ വന്നിട്ടില്ല. അത് ആദ്യത്തെ അപ്ഡേഷൻ തന്നെ വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഹീറ്റിംഗ് ഇഷ്യൂവും കാര്യങ്ങളും എല്ലാം മാറി. അങ്ങനെയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം ഇത് വർത്ത് പ്രൊഡക്റ്റാണ്. ജസ്റ്റ് ഇപ്പം പൈസയൊന്നും സെറ്റ് ആയിട്ടില്ല. ചിലപ്പം സാധിച്ചാൽ ഞാൻ ചിലപ്പം 60 സീരീസ് ഇറങ്ങുമ്പോൾ തന്നെ മേടിക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ചാളും കൂടെ ഞാനിത് നീക്കിക്കൊണ്ട് പോകും. പക്ഷേ മാറേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷേ ആഗ്രഹം വെച്ചാൽ നമുക്ക് ഈ ഐഫോണിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ചിലപ്പോൾ ഞാൻ എടുക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് സൂചിപ്പിക്കുന്നുള്ളേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇനി ഈ ഐഫോണിൻ്റെ 50ക്ക് വില കുറയാനായിട്ട് വെയിറ്റ് ചെയ്യുമൊന്നും വേണ്ട. എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ എടുക്കാം. മറ്റേ ബിഗ് ബില്യൺ ഡേയ്ക്കൊക്കെ എടുക്കണമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെയൊന്നും നിൽക്കണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് പ്രൊഡക്റ്റുകളെ ഒക്കെ വില കുറയുള്ളൂ. പക്ഷേ ഐഫോൺ 50ക്ക് ഇപ്പോൾ കുറയാനുള്ള പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ ഫോൺ എടുക്കുമ്പം ഇപ്പോൾ 256 GB, അതായത് 256 GB ഫോണാണ് എടുത്തത്. 128 GB എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഏകദേശം 80,000 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഞാൻ എടുത്തത് ഒരു 10,000 രൂപയുടെ കൂടി 90,000 രൂപയായി. അതായത് 256 GB ഐഫോൺ 50 ആണ് എടുത്തത്. വെച്ചാൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്ളോഗിൻ പർപ്പസ് ആയതുകൊണ്ട് തന്നെ വീഡിയോ കൂടുതൽ എടുക്കണം, മെമ്മറി കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടാണ് അത്രയും കൂടുതൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നോർമൽ യൂസേജ് ആണെങ്കിൽ ഒരു 128 വെച്ചാൽ ബേസ് മോഡലിലുള്ള ആ ഒരു മെമ്മറി വെച്ച് തന്നെ എടുത്താൽ മതി. അധികം ഫോട്ടോസൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ സ്പീഡ് കുറയും എന്നൊരു കാഴ്ചപ്പാട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ബേസ് മോഡൽ തന്നെ മതി. എന്ന് വെച്ചാൽ അധികം ബാക്കപ്പ് ഇടാതെ കൊണ്ട് ഗൂഗിൾ ഡ്രൈവിലേക്കോ സിസ്റ്റത്തിലേക്കൊക്കെ ഫോട്ടോസൊക്കെ മാറ്റി നമുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ബേസ് മോഡലിന് ഇപ്പം ഏകദേശം 64,000 രൂപ 70,000 രൂപ ആ റേഞ്ചിൽ കിട്ടുന്നൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അത് എടുക്കാം. ഇപ്പം നയം വില കുറവാണ്. വെച്ചാൽ ഞാൻ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 80,000 രൂപയ്ക്ക് ബേസ് മോഡലിനുള്ള ഇപ്പോൾ ഒരു 64-70 രൂപയ്ക്ക് വെച്ചാൽ 10-15 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്ന് 250ക്ക് വരുമ്പോഴത്തേക്കിനും ഒരു 75-85 രൂപയ്ക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 75 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. 15 രൂപ 13 രൂപയൊക്കെ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുറവുണ്ട്. ഇനിയും കുറയാൻ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട. എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളവർ ഇപ്പോഴോ ഒക്കെ എടുത്തോളുക. അങ്ങനെയാണ് എൻ്റെ. പിന്നെ ഈ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഉൾപ്പെടുത്തുവാണ്. ബാറ്ററി ഹെൽത്ത് ഐഫോണിൻ്റെ ഒക്കെ ഒരു 70-75% കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ ബാറ്ററി കംപ്ലൈൻ്റ് ആകുമെന്നുള്ളതല്ല, ഫോൺ മൊത്തത്തിൽ ഒന്ന് സ്ലോ ആകും. അതുകൊണ്ടാണ് നമ്മൾ ബാറ്ററി ഹെൽത്ത് കുറച്ചുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് എന്നൊരു സർവീസ് സെൻറ്ററിൽ നിന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു തന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഈ ചാർജ് ഒപ്റ്റിമൈസേഷൻ 80% ഇടുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഇത് കുറഞ്ഞു പോയിട്ട് സ്പീഡ് കുറയണ്ടല്ലോ എന്നുള്ള കാഴ്ചപ്പാടിൽ. അപ്പം അത്രയൊക്കെയാണ് നമുക്ക് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയാനുള്ളത്. വർത്തെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്തതിലും വെച്ച് ഏറ്റവും ജീവിതത്തിൽ ഇത്ര എക്സ്പെൻസ് ചെയ്തൊരു ഫോണില്ല. ഈ ഒരു വർഷം ഉപയോഗിച്ചതിൽ ഇപ്പോഴും മാറേണ്ട കാര്യമൊന്നുമില്ല. സ്ലിം നല്ല ഇത്രയും ഒരു നമ്മൾ പലരും കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഐഫോൺ മറ്റേ ഉള്ളുകയെന്നൊക്കെ. ഇതൊന്നും എടുക്കാൻ സാധിക്കാത്തവരോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവരോ ആയിരിക്കും. ഫോൺ എടുത്ത് യൂസ് ചെയ്തവരോ ഒരിക്കലും ഇതിനെ കുറ്റം പറയത്തില്ല. അതിൻ്റെ ഒരു 100% ഞാൻ എടുത്തു തരാം. നിങ്ങൾക്ക് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്തോളുക. 50 സീരീസിലേക്കോ 60 സീരീസിലേക്കോ സ്വിച്ച് ചെയ്തോളുക. പ്രൈസ് നമ്മൾ നോക്കുക വേണ്ട. നിങ്ങൾക്ക് മുടക്കുന്ന പ്രൈസിൻ്റെ 4 ഇരട്ടി ഫീലിംഗ് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയുടെ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ.